ഇന്ന് ഞങ്ങൾ മൂന്നാറിലുള്ള കൂടാരം ടെൻറ്റ് സ്റ്റേയാണ് ചെയ്യാൻ പോകുന്നത്. ഈ ടെൻറ്റ് സ്റ്റേ ഞങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് സെരീബ് കോളിയാടിൻ്റെ സ്കൈ ഗ്രൂപ്പാണ്. ഈ ടെൻറ്റ് സ്റ്റേ ഉള്ളത് മൂന്നാറിലുള്ള അടിപൊളി ലൊക്കേഷനിലാണ്. ഞാൻ ഇതുവരെ ചെയ്ത യാത്രയിൽ ഇത്രയും സുന്ദരമായ ലൊക്കേഷനിൽ ഇതുവരെ ഞാൻ താമസിച്ചിട്ടില്ല. അത്രയും അടിപൊളി സ്ഥലമാണ് ഈ ലൊക്കേഷൻ. പോകുന്ന വഴികളൊക്കെ കണ്ടില്ലേ എത്ര സുന്ദരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഇതിൻ്റെ മെയിൻ എൻട്രൻസിൽ തന്നെ അടിപൊളി ഊഞ്ഞാലാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. എൻ്റെ മോന് ഈ ഊഞ്ഞാലിൽ നിന്നും എഴുന്നേൽക്കുന്നേ ഇല്ല. കുട്ടികൾക്ക് മാത്രമല്ല, ഇത് മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും. ഞാനും ഈ ഊഞ്ഞാലിൽ കുറേ ആടി. ഊഞ്ഞാലിൻ്റെ ബാക്കിലെ വ്യൂ നോക്കിയാൽ അടിപൊളിയല്ലേ, കോടമഞ്ഞൊക്കെ ആയിട്ട്. ഇത് ഞങ്ങളുടെ ടെൻറ്റിലേക്കുള്ള വഴിയാണ്. ചക്കെല്ലാം പിടിച്ചത് വേണ്ട. ഇതുപോലത്തെ ടെൻറ്റുകളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ടെൻറ്റ്. ഇവിടെ ടോട്ടൽ 22 ടെൻ്റ് ഉണ്ട്. ഈ 22 ടെൻറ്റുകളിൽ വെച്ച് ഏറ്റവും വ്യൂ ഉള്ള ടെൻ്റാണ് ഞാൻ തിരഞ്ഞെടുത്തത്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഞാൻ താമസിച്ച 22-ാം നമ്പർ ടെൻറ്റ് തന്നെ തിരഞ്ഞെടുക്കുക. എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന ഒരു ഫീലില്ലേ, ഒരിക്കലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത്രയ്ക്കും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. സൂപ്പർ വ്യൂ. ഈ ടെൻറ്റിൻ്റെ മുമ്പിൽ കിട്ടുന്ന വ്യൂവിനെ പറ്റി പറയാൻ ഇതിനേക്കാളും വലിയ വാക്ക് എനിക്കറിയില്ല. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ചുറ്റും വലിയ മലകൾക്ക് താഴെ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ആനയുടെ അത്രയും വലിപ്പമുള്ള പാറകൾ, പിന്നെ കുത്തനെയുള്ള മരങ്ങൾ, മനോഹരമായ വെള്ളച്ചാട്ടവും പിന്നെ അതിൻ്റെ ശബ്ദവും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറി മറിയുന്ന കാലാവസ്ഥയും, കോടമഞ്ഞും ചാറ്റൽ മഴയും വെയിലും. ഒരു സ്വപ്ന ലോകം പോലെ. ഇതിൽ കൂടുതൽ വേറെ എന്തല്ല വേണ്ടത്. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക്, നല്ല വ്യൂ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ധൈര്യമായി തിരഞ്ഞെടുക്കാം. അതിൽ ഞാൻ ഗ്യാരണ്ടി. ചെറിയ കുട്ടികളായി വരുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഇതിൻ്റെ ബാത്റൂം പുറത്താണ്. പിന്നെ ടെൻറ്റിൻ്റെ അകത്ത് കറണ്ട് ഇല്ല. ഒരു എമർജൻസി ലൈറ്റ് തരും, ഇതുപോലത്തെ എമർജൻസി ലൈറ്റ്. അതും ഒരു ബുദ്ധിമുട്ടായി തോന്നി. പല മോഡലിലുള്ള ഊഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ നല്ല രസമായിട്ട് തന്നെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇത് കണ്ട നല്ല ലവിൻ്റെ മോഡലായിട്ട് ഫോട്ടോയിൽ എടുക്കാൻ അടിപൊളി സ്ഥലമാണ് ഇവിടെ. പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. ഇടയ്ക്ക് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, അതും ഒരു രസമായിട്ട് തോന്നി. നല്ല നല്ല വ്യൂ പോയിന്റ് നോക്കി തന്നെയാണ് ഇവർ ഇവിടെ ഇരിപ്പിടം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ കാണുന്നില്ല, പുറത്തെ വ്യൂ നോക്കിയാൽ അടിപൊളിയല്ലേ. ആ മരത്തിൽ നല്ല രസമായിട്ട് തന്നെ കൂടാരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന വഴികളൊക്കെ അടിപൊളിയാണ്. ചുറ്റും തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ് ഇവിടെ. ഈ കാണുന്ന മനോഹരമായ തേയിലത്തോട്ടം നടുവിലെ ആ പാറയ്ക്ക് മുകളിൽ ഞങ്ങൾ കുറേ സമയം ചെലവഴിച്ചു. നല്ല തണുപ്പും കൺകുളിരുന്ന പച്ചപ്പും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറി മറിയുന്ന കാലാവസ്ഥയും കോടമഞ്ഞും. അടിപൊളി. ഇവിടെ കുറേ സമയം ചെലവഴിച്ച ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും ടെൻറ്റിലേക്ക് മടങ്ങി. ഈ തണുപ്പത്ത് എൻട്രൻസിലെ ഈ ഊഞ്ഞാലാടാനുള്ള സുഖം ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആ കാണുന്ന ഫ്രെയിമാണ്. അതിൻ്റെ ബാക്കിലെ വ്യൂ നോക്കിയാൽ അടിപൊളിയല്ലേ. ചെറിയൊരു പേടിയുണ്ട് കയറാന്ന്. താഴെ വലിയ കുഴിയാണ്. അവിടെ കയറിത്തിങ്ങനെ മണിയടിക്കണം. എൻ്റെ മോനും കയറുന്നുണ്ട് മുകളിലേക്ക് നോക്കിയാൽ. ഇത്രയും മനോഹരമായ സ്റ്റേ വ്യൂ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് തന്നെയാണ്. ഇത് എൻ്റെ ടെൻറ്റിൻ്റെ നേരെ ഫ്രണ്ടാണ്. ഈ മനോഹരമായ സ്ഥലത്ത് നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും കേട്ട് ഫുഡ് കഴിക്കാനുള്ള സുഖമില്ലേ, ഒന്ന് വേറെ തന്നെയാണ്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത് അനുഭവിച്ച് തന്നെ അറിയണം. ഇവിടുത്തെ ടെൻറ്റിൻ്റെ റേറ്റ് വരുന്നത് ഒരാൾക്ക് 1750. ഉച്ചയ്ക്ക് 3 മണിക്കാണ് ടെൻറ്റിലേക്കുള്ള ചെക്ക് ഇൻ. ചെക്കൗട്ട് പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക്. രാത്രിയത്തെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇതിൽ ഇൻക്ലൂഡാണ്. ഹണിമൂൺ ആഘോഷിക്കാൻ വരുന്ന കപ്പിൾസിനൊക്കെ ഇത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. ടെൻറ്റിന് നല്ല വീതിയുണ്ട്. 3 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഓക്കെ, നല്ല ലൈറ്റിങ്സ് എല്ലാം ആയിട്ട്. 6 മണിയാകുമ്പോൾ തന്നെ ഇരുട്ടി തുടങ്ങും, ലൈറ്റൊക്കെ തെളിയും. മോന് ഓടുന്ന എടുക്കുന്നറിയോ, ഊഞ്ഞാലാടാൻ. എൻ്റെ മോനാണ് ശരിക്കും എൻജോയ് ചെയ്തത്. ഇവിടുത്തെ ഈ ഊഞ്ഞാൽ അവനിക്ക് നല്ല ഇഷ്ടമായിന്. എഴുന്നേൽക്കുന്നേ ഇല്ല. കോടമഞ്ഞും ചാറ്റൽ മഴയും അടിപൊളിയല്ലേ. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. 24 മണിക്കൂറും ചൂടുവെള്ളം കിട്ടും. ചൂടുവെള്ളം ബക്കറ്റിലാക്കി പുറത്തു നിന്നകത്തേക്ക് കൊണ്ടുപോകണം. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. രാത്രി 8 മണിക്കാണ് റെയിൻ ഡാൻസ്. പക്ഷേ ഇന്നത്തെ ബുക്കിങ്ങിൽ സീസൺ അല്ലാത്തതുകൊണ്ട് ആരുണ്ടായില്ല. ഞങ്ങൾ ഫാമിലി മാത്രമാണ് ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് ഡാൻസ് ആക്കാൻ ആരുമില്ല. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു.
9 മണിയായപ്പോൾ നല്ല അടിപൊളി ഡിന്നർ റെഡി. നല്ല ചൂട് ചിക്കൻ മജ്ബൂസ്, പിന്നെ ചിക്കൻ കറി, അൽഫാം, പിന്നെ ചപ്പാത്തിയും. അടിപൊളി ടേസ്റ്റി ഫുഡാണ് ഇവിടുത്തേത്. നന്നായി ഇഷ്ടപ്പെട്ടു. ഫുഡ് കഴിഞ്ഞ ഉടനെ തന്നെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തന്നു. ഈ കൊടും തണുപ്പത്ത് ഈ ക്യാമ്പ് ഫയർ നല്ലൊരു ആശ്വാസമായി. ഞാൻ അതിരാവിലെ തന്നെ എഴുന്നേറ്റു. ആ പുറത്തേക്ക് കാഴ്ച നോക്കിയ അടിപൊളിയല്ലേ. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റുമോ? ഇന്നലെ രാത്രി മുഴുവനും വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേട്ടാണ് ഉറങ്ങിയത്. നല്ല രസമായിരുന്നു. ഏതാ തണുപ്പ് മോനെ. രാവിലത്തെ കാഴ്ച അതിസുന്ദരമായിരുന്നു. കണ്ട, ഫുള്ള് കോടമഞ്ഞ് കൊണ്ട് മൂടിയിട്ട് അടിപൊളിയല്ലേ കാഴ്ചയൊക്കെ നോക്കിയാൽ. നല്ല കാറ്റടിക്കുന്നുണ്ട്. വർക്കുന്നു. രാവിലെയും കുറേ ഊഞ്ഞാലാടി. രാവിലെ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. രാവിലെ 7:45 ഈ ടെൻറ്റ് സ്റ്റേയുടെ വക നമുക്ക് ഫ്രീ ആയിട്ട് ട്രെക്കിംഗ് ഉണ്ട്. ആ കാണുന്ന വെള്ളച്ചാട്ടമില്ല, അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. രാവിലത്തെ മൂടിക്കിടക്കുന്ന കോടമഞ്ഞിൽ ആ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയാണ് ട്രെക്കിങ്. അതൊരു 1-1.5 സംഭവമായിരുന്നു. ഇതുപോലത്തെ മനോഹരമായ സ്ഥലത്തെ കൂടിയാണ് നമ്മളെ ഇവർ വെള്ളച്ചാട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കുട്ടിയുള്ളത് കാരണം ഞങ്ങൾ വളരെ സമാധാനത്തിലാണ് നടന്നു പോയത്. പോകുന്ന വഴികളൊക്കെ കണ്ട എന്താ രസം നോക്കിയാൽ. അടിപൊളിയല്ലേ. ആ കാണുന്നതാണ് സുന്ദരമായ വെള്ളച്ചാട്ടം. അരമണിക്കൂറോളം നടന്ന് അട്ടയുടെ കടിമേറ്റാണ് ഇവിടെ എത്തിയത്. അതും ഒരു രസമായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ് ഇവിടെ. നല്ല ഒഴുക്കുള്ള കാരണം വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. 15 മിനിറ്റോളം ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഇവിടുന്ന് ഞങ്ങൾ വിട്ടു. പിന്നെ ഞങ്ങൾ 3 പേര് ഒന്നിച്ചുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ ഇവിടുത്തെ നല്ല മനസ്സായ സ്റ്റാഫ് എടുത്തു തന്നു. അങ്ങനെ ഞങ്ങൾ ഈ കൂടാരം ടെൻറ്റിനോട് വിട പറയുകയാണ് അല്ലേ. ഈ കൂടാരം ഫ്രെയിമിൻ്റെ മണിയാണ് ഈ മണി. മണി അടിക്കുന്നേ. കൂടാരത്തിലെ ഈ സ്റ്റേ മനസ്സിന് ഒരുപാട് സന്തോഷവും ആനന്ദവും നൽകി. ഒരിക്കലും ഞാൻ മറക്കില്ല ഈ സ്റ്റേയും ഇവിടുത്തെ ലൊക്കേഷനും.